मुक्ताविद्रुं हेमनील मुक्ताविद्रुं हेमनील धवलच्छार्यै मुखैः त्रिक्षणैरयुक्तम् इन्दुनिबद्धरत्नमुकुटं तत्त्वार्थवर्णात्मिकं गायत्रीं वरदा अभय अंकुशकशा शुभ्रं कपालं गुणं शङ्खं चक्रम् अथारविन्दयुगलं हस्तैर्वहन्तीं भजे हस्तैर्वहन्तीं ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ആരംഭിക്കുകയാണ്. രാവിലെ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി, കോറിലേഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ശങ്കർ സാർ വളരെ അതിഗംഭീരമായി അത് അവതരിപ്പിച്ചു. ശാസ്ത്രവും ആത്മീയതയും രണ്ടും വേറെ വേറെ അല്ല, രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മളെത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമ്മളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ തിങ്കേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ശ്രീധരൻ ഗുരു തന്ത്രയോഗ എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ട് എടുക്കണം ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കണം. നമുക്ക് തന്ത്ര എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരു ഭാഗമാണ് ഈ തന്ത്ര. സനാതനം പോലെ തന്നെ ഏറ്റവും പുരാതനവും അതിനൂതനവുമായ ഒരു വിഷയമാണ് തന്ത്ര. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ, പരിപൂർണമായ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കൂട്ടത്തിൽ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈലുകൾ കഴിയുന്നത്ര സൈലൻറ്റ് മോഡിലാക്കിയാൽ അത് നന്നായിരിക്കും എന്നിവിടെ അപേക്ഷിക്കണം. കാരണം ഒരു മൊബൈലിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റും. അത് എല്ലാവരോടും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയും ഉണ്ട് എന്ന് പറയാൻ ഞാൻ ബഹുമാന്യനായ നമ്മുടെ അഡ്മിൻ ശ്രീ ശ്രീധരൻ നമ്പൂതിരിയെ ക്ഷണിക്കുകയാണ്. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യം വന്ദേ ഗുരുപരമ്പരാം. കുർബാനകളെ ഇവിടെ ഇങ്ങനെയൊരു ഒത്തുകൂടാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും ഇവിടെ ഒരു അധ്യാപകൻ്റെ വേഷം കിട്ടിയിരിക്കുകയല്ല, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നേക്കാൾ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. ശേഷം രാവിലെ ക്ലാസ് എടുത്ത സാറ്, അതുപോലെ എല്ലാ ആൾക്കാരും
പിന്നെ ചിലത് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കും, പങ്കുവെക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറ്റും അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പങ്കുവെക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പങ്കുവെക്കൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ശകലം പൊങ്ങിയിരുന്നാലും നിങ്ങൾ ശകലം പൊങ്ങിയിരുന്നാലും ഞാൻ താഴ്ന്നിരുന്നാലും ഒന്നും നടക്കത്തില്ല അല്ലേ? ഈക്വലായിട്ടിരിക്കണം, ഒരേ ട്യൂണിങ്. അപ്പോൾ ആ സൈലൻസിലൂടെ ചിലത് പങ്കുവെക്കപ്പെട്ടേക്കാം. ഇന്നിവിടെ നമ്മൾ ഇരിക്കുന്നതിന് ചില നിമിത്തങ്ങളുണ്ട്. ഇന്ന് നമ്മൾ രണ്ടു കൂട്ടരും ഇവിടെ എത്തിച്ചേർന്നതിന് പിന്നിൽ ഒരുപക്ഷെ ജന്മങ്ങളുടെ എഫർട്ട് ഉണ്ടായേക്കാം. കാരണം ഇങ്ങനെ ആളുകൾ ഒരേ ലെവലിൽ ഇരിക്കുന്നത് അപൂർവത്തിലപൂർവമാണ്. ഒന്നുമില്ലെങ്കിൽ പറയുന്ന ആൾ നീക്കം ഉണ്ടാവും, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ നീക്കം ഉണ്ടാവും. ആത്മീയതയിൽ ഈ ഈഗോ ഇല്ലാത്ത അവസ്ഥയിൽ ചില യോഗം സംഭവിക്കും. അവിടെ വാക്കുകൾക്ക് അതീതമായത് ചിലത് സംഭവിച്ചേക്കാം. അതവിടെ ആവാഹിക്കപ്പെടും. എവിടെ അഹം ഈഗോ ഇല്ലയോ അവിടെ അത് സംഭവിക്കും. ലോകത്ത് 500 കോടി ജനങ്ങളിൽ 50 കോടി ജനങ്ങൾ ആത്മീയതയെക്കുറിച്ച് കേൾക്കും. അതിൽ 5 കോടി ജനങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവും. അതിൽ 50 ലക്ഷം ആളുകൾ ഏതെങ്കിലുമൊക്കെ സാധനാ രീതികളെക്കുറിച്ച് മനസ്സിലാക്കും. അതിൽ 5000 പേര് മുന്നോട്ട് പോകും. അതിൽ ഒരുപക്ഷെ 500 പേർക്ക് ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാവാം. ആ ലോകം തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചേക്കാം. അതിൽ 50 പേർക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയേക്കാം. പക്ഷെ അത് കിട്ടുക തന്നെ ചെയ്യും. അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. ആ 50 പേര് ആരൊക്കെ ആകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. ഡെഫിനറ്റ്ലി അതൊരു ഈശ്വരൻ്റെയോ ഒരു വിധിയുടെയോ ഒന്നും കയ്യിലല്ല. ആര് തീരുമാനിക്കുന്നു അവർക്കാണ്. ആ രീതിയിൽ ഓരോ കുട്ടിയും പിറന്നു വീഴുമ്പോൾ ഈശ്വരൻ ഇവനെങ്കിലും ഒരു ബുദ്ധനാകുമെന്ന് പ്രതീക്ഷയോടെ നോക്കുകയാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. 8 വയസ്സിനുള്ളിൽ മതം പഠിച്ചു, ഒരുപാട് അറിവുകൾ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടി, സബ്കോൺഷ്യസ് മൈൻഡിൽ കിട്ടി, സമൂഹത്തിൽ നിന്ന് കുറേ റോൾ മോഡൽസ്, ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകും. അതോടുകൂടി അവൻ കുറേ അറിവുകളുള്ള ആളായി മാറി. ഈശ്വരനിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങി. ഡ്രസ്സ് ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ മൃഗങ്ങളും സർവചരാചരങ്ങളും മനുഷ്യനെ നോക്കി പരിഹസിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? തുണി കൊടുത്ത് നടക്കും, കഷ്ടം. നമ്മൾ അവരെ പരിഹസിക്കുന്നു. പക്ഷെ നൈസർഗികത, സ്വാഭാവികത എന്ന് പറയുന്നത് ഡ്രസ്സില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് അവധൂതന്മാർ, അഘോരികൾ ഡ്രസ്സില്ലാതെ നടക്കുന്നത്. നമ്മളുടെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ, സൊസൈറ്റിയുടെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട അവസ്ഥയുടെ ആഴം നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സത്യലോകം നമുക്ക് അന്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര സംഭവമാണ്, ഇതില്ലെങ്കിലാണ് മോശം. പക്ഷെ തിരിച്ചാണ്, അതാണ് സത്യം. പക്ഷെ നമ്മുടെ ഈഗോ അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് കണ്ടീഷനിങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്.
ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്വാഭാവികതയ്ക്കെതിരാണ്. നമ്മൾ നോക്കിയേക്കാം. അതാണ് നരകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആശയങ്ങൾ, ചിന്തകൾ, സങ്കല്പങ്ങൾ, വാസനകൾ, ആശയങ്ങൾ, ചിന്തകൾ, സങ്കല്പങ്ങൾ ഒരിക്കലും ഈ ഒഴുക്കുമായി യോജിച്ചു പോവുകയും, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. നടക്കാതെ ഈ ജന്മം വേസ്റ്റാവും, ഈ ബോഡി ഉപയോഗിക്കാൻ പറ്റാതാവും, എല്ലാത്തിനും കാലപ്പഴക്കം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു. എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ആ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന എനർജി എങ്ങോട്ട് പോകണം നമ്മൾ പഠിക്കണം. എന്ത് ചെയ്യും? ആ എനർജി അവിടെ ഉണ്ടാകും. ഇപ്പോൾ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലെ ഒരു ഊർജ രൂപം, ആഗ്രഹങ്ങളുടെ രൂപത്തിൽ എൻ്റെ ഈ ബോഡി വീണാലും അതവിടെ ഉണ്ടാകും. അതിന് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്തേ പറ്റൂ. രണ്ടായി അവിടെ ഉണ്ടാകും. അദ്വൈതം സംഭവിച്ചിട്ടില്ല. ഒന്ന് ആഗ്രഹിക്കുന്നത്, ഒന്ന് ആഗ്രഹിക്കപ്പെടുന്നത്. ശരിയല്ലേ? അത് ഒന്നാകാൻ ബോഡി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. വീണ്ടും പ്രാജ്ഞന്റെ ലെവലിൽ ഒരു ബോഡി പ്രാജ്ഞനിൽ ഉറയ്ക്കാതെ തൈജസ് എന്ന് പറയുന്ന സങ്കല്പ ലോകത്തിൽ വാസനകൾ, കാമനകൾ എല്ലാം വീണ്ടും ഒരു ഗർഭപാത്രത്തിലേക്ക് ജനിക്കും. പുനർജന്മമുണ്ടോ എന്നറിയാൻ ഒരു നിമിഷം നിവർന്ന്, കസേരയുടെ ബാക്ക് സൈഡ് ഉപയോഗിക്കാൻ ഒന്ന് നിവർന്നിരിക്കുമോ പ്ലീസ്? ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കൂ. ഇപ്പോൾ നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് എവിടെന്നെങ്കിലും ഒക്കെ ഉള്ളിൽ എവിടെയെന്നെങ്കിലും ഒക്കെ ആൻസർ വരുന്നുണ്ടെങ്കിൽ ആ ആൻസറുകളെ ശ്രദ്ധിക്കുക. അവയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു ജന്മം തരാൻ പോകുന്നത്. അതിനെ ശുദ്ധീകരിച്ച് കത്തിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, വീണ്ടും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിൽ നമ്മൾ വീണ്ടും അത് പൂർത്തീകരിക്കാൻ ജന്മമെടുക്കേണ്ടി വരുമെന്നുള്ളത് കോമൺ സെൻസാണ്. ആ ഊർജ്ജരൂപം അവിടെ ഇല്ലേ? ഇല്ലേ? എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ എന്താണെന്നറിയില്ല. എനിക്ക് മരിക്കാൻ തയ്യാറാണോ? അല്ല. ഇപ്പം മരിച്ചൂടെ? ഈ നിമിഷം കോൺഷ്യസ് മൈൻഡ് പറയും ഇത്രയും പറഞ്ഞതുകൊണ്ട് മരിക്കാം. അതല്ല, അത് ട്രിക്കാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ അടിയിൽ ആ ഡിസയർ അവിടെയുണ്ട്. അതിന് കാരണം എന്താണ്? നമുക്ക് നോർമലി തോന്നുന്ന ആഗ്രഹങ്ങളല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ആഴത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ആയ ആഗ്രഹങ്ങളും പ്ലസ് ഈ ആഗ്രഹങ്ങൾക്കും കാരണമായ വാസനകളുമാണ്. വാസനകൾക്കാണ് ജന്മമുള്ളത്, ആഗ്രഹങ്ങൾക്കാണ് ജീവനുള്ളത്. ജീവനുള്ളത് ആഗ്രഹങ്ങൾക്കാണ്, ബോധത്തിനാണ്. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങളെ കത്തിച്ച് കളയാനുള്ള സുവർണ അവസരമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എ ടാക്ക് വിത്ത് ഡെത്ത്, മരണവുമായിട്ടുള്ളൊരു സംസാരം കഠോപനിഷത്തിലുണ്ട്. യമരാജന്റെ സന്നിധിയിലേക്ക് പോകുന്ന ആരാണ്? നചികേതസ്. അച്ഛൻ ഇത്രയും വൃത്തികെട്ട പശുക്കളെയാണോ ദാനം കൊടുക്കുന്നത്? മഹർഷിയോടൊക്കെ ചോദിച്ചു. ഇത് ചെയ്യുന്ന തെറ്റല്ല. സത്യം 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 ഒന്നുകൊണ്ട് മാത്രമേ ഈ വാസനകളെ കത്തിച്ചു കളയാൻ സാധിക്കൂ. എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? അച്ഛൻ ചെയ്യുന്ന തെറ്റാണ്. എന്നെ ആർക്കെങ്കിലും കൊടുക്കുക. എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? 2-3 വെച്ചപ്പോൾ ദേഷ്യം വന്നു. എന്നെ യമരാജന് കൊടുക്കും, മരണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ദേഷ്യം വന്ന് പറഞ്ഞതാണ്, പക്ഷെ മോന് അത് സത്യം പാലിക്കണം. അച്ഛൻ്റെ സമ്മതം എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഇയാൾ യമരാജൻ്റെ അടുക്കൽ പോവാം. യമരാജൻ്റെ അടുക്കൽ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ, അല്ല ഇദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോൾ അതിഥിയാണല്ലേ, അതിഥികളെ കൊല്ലാൻ പാടില്ല. അപ്പോൾ യമരാജൻ വളരെ കാര്യമായിട്ട് 3 ദിവസം അവിടെ കാത്തിരുന്നു എന്നാണ് യമരാജന്. 3 ദിവസം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ കൊണ്ട് ഒരാൾ നചികേതസ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇങ്ങോട്ട് വന്നേക്കുന്നു. ഭാര്യ പറഞ്ഞു, എന്ത് ചെയ്യും? എന്നാൽ അവനെ പോയി സ്വീകരിക്കുക, അല്ല അവനെ പിടിച്ചവനെ കൊന്നുകൊണ്ടിരില്ല.
പോയി സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി യമരാജൻ പോയി കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. നിനക്ക് എന്താ വേണ്ടേ? 3 വരം തരാമെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു എന്നെ തിരിച്ചു ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ കൊല്ലത്തില്ല, കാരണം ആരാ? ഗസ്റ്റാണ്. യു ആർ മൈ ഗസ്റ്റ്. അപ്പം ഗസ്റ്റായിട്ട് കൊല്ലാൻ പറ്റില്ല. ഇതിനകത്തിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു തത്വമുണ്ട്. നാം മരണത്തെ എപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നുവോ അവിടെ മരണം ഇല്ല. വളരെ ആഴത്തിലുള്ള തത്വം. മരണത്തെ നമ്മൾ അറിഞ്ഞാൽ അവിടെ നമുക്ക് മരണമില്ലാതാണ്. അതെങ്ങനെ? അങ്ങോട്ട് ചെല്ലാൽ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല, മരണത്തെ അറിയുക എന്ന് പറഞ്ഞാൽ സത്യം മരണമാണ്. മരിക്കുന്നതിന് മുമ്പുള്ള ജീവിതവും മരിച്ചു കഴിഞ്ഞുള്ള ജീവിതവും അതുപോലെ ആഴത്തിൽ ഉള്ള ഉറക്കത്തിലുള്ള ജീവിതവും അല്ലേ ഏറ്റവും കൂടുതൽ? ശരിയല്ലേ? ക്ലിയറായ? മരിക്കുന്നതിന് മുമ്പുള്ളതും ജനിക്കുന്നതിന് മുമ്പുള്ളതും മരിക്കുന്നതിന് ശേഷവും ആഴത്തിലുള്ള ഉറക്കത്തിലുള്ള ജീവിതവുമാണ് ഏറ്റവും കൂടുതലെങ്കിൽ അതല്ലേ യഥാർത്ഥ ജീവിതം? അല്ലേ? അതല്ലേ സത്യം? അവിടെ മരണമില്ലല്ലോ. പ്രാക്ടീസ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി അതറിയാൻ പറ്റും. അപ്പം സത്യം കൊണ്ടുള്ള ആയുധം കൊണ്ടാണ് ആര് പോകുന്നത്? നചികേതസ്. നമ്മളെല്ലാം നചികേതസ്സന്മാരാണ്. സത്യം കൊണ്ട് മരണത്തിലേക്ക് നടന്നു ചെന്നാൽ മരണം ഇല്ലാതെ പകരം അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അങ്ങനെ ആദ്യം ചോദിച്ചപ്പം യമരാജൻ്റെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ തിരിച്ചറിയണം. ഓക്കെ, നിസ്സാര കാര്യം സമ്മതിച്ചു. രണ്ടാമത് അഗ്നിയെ കുറിച്ചുള്ള അറിവുണ്ടാണ്. അഗ്നിയുടെ എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എങ്ങനെ യജ്ഞം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂന്നാമത് ആത്മതത്വം ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അത്ര വേണം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ചെറിയ കാര്യമല്ല നീ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റ് നടത്തി. നിങ്ങൾക്ക് 1000 പശുക്കളെ തരാം, അത് തരാം, ഇത് തരാം, ഒരുപാട് സുന്ദരിമാരെ തരാം. ഇന്ദ്രിയ നിഗ്രഹത്തിൽ വിജയിക്കുമ്പോഴാണ് ഒരുവൻ ആത്മതത്വം തിരിച്ചറിയുന്നത്. സത്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞെങ്കിലും നിഗ്രഹമല്ല. ഭഗവത്ഗീത പറയുന്നത് എന്താണ്? ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നീ സുഖങ്ങൾ അനുഭവിക്കുക അർജുന. അനുഭവിക്കേണ്ടെന്നല്ല, ഇന്ദ്രിയങ്ങൾ ആത്മവശ്യങ്ങളായിരിക്കട്ടെ. ഉള്ളിലേക്കുള്ള ബോധത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ സുഖങ്ങളെയും അനുഭവിച്ചാൽ ആ സുഖങ്ങളൊക്കെ മതിയാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് വിരക്തി ഉണ്ടാകും, സത്യലോകത്തിലേക്ക് വരും. അവിടെയാണ് ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം കിടക്കുന്നത്. സുഖം അനുഭവിക്കണം പ്ലസ് അതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് പലപ്പോഴും പറ്റാതെ വരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. ഈ സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് മറച്ചു തന്നത് എനിക്കിതൊന്നും അല്ല വേണ്ടത്, ഇതൊക്കെ നിങ്ങൾ എടുത്തോളുക, എനിക്ക് വേണ്ടത് ആത്മതത്വമാണ് അറിയണം. അപ്പം ആ പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ മരണം അവനെ ആത്മതത്വം ഉപദേശിച്ചു. ധ്യാനം എന്ന് പറഞ്ഞാൽ മരണമാണ്. സത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ മരണം ഇല്ലാത്തതാണെന്ന് തിരിച്ചറിയുന്നു. സംഭവം വളരെ ലളിതം. നമ്മുടെ ഉള്ളിൽ എല്ലാവരും മരിക്കുമ്പോഴും നമ്മൾ മരിക്കില്ല എന്നൊരു തോന്നലില്ലേ? ഇല്ലേ? നമുക്ക് മരണമൊന്നും വരത്തില്ല അല്ലേ? മരണം എപ്പോഴും അവരെന്നുള്ളതാണ്. സത്യമാണ്, 100% സത്യമാണ്. നമ്മൾ മരിക്കത്തില്ല. അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ആ ഞാൻ മരിക്കും എന്നുള്ള ഞാൻ എന്നുള്ളതിനൊന്ന് സെപ്പറേറ്റ് ചെയ്താൽ ഞാൻ മരിക്കത്തില്ല എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ തത്വം. ആ സെപ്പറേഷൻ ചെയ്താൽ മതി. അപ്പം മരിക്കുന്നതാണ് മാറും. ആ മരിക്കത്തില്ല എന്നുള്ള തോന്നലിങ്ങനെ പൊങ്ങി വന്നിട്ട് അത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള പരമാത്മബോധം.
എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ധ്യാനാത്മകമായിട്ടുള്ള അവസ്ഥ. പക്ഷെ നമ്മൾ ഇന്ന് വരെ നമുക്ക് അകത്തേക്കുള്ള ഒന്നും അറിയില്ല. നമ്മുടെ ബോധത്തെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടിട്ട് ചൊവ്വയിൽ വരെ റോക്കറ്റ് അയച്ചു, മനുഷ്യരിൽ ഉപഗ്രഹങ്ങൾ അയച്ചു അല്ലേ? ബോധത്തെ പുറത്തേക്ക് വിട്ടിട്ട് അങ്ങനെയെങ്കിൽ ഇതേ ബോധത്തെ അകത്തേക്ക് വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതാണ് ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ബോധം ഒഴുകി പൊക്കോണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തകളിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ശരിയല്ല. ഇത് രണ്ടുമില്ലാതെ നമ്മുടെ ആന്തരിക ബോധത്തിലേക്ക് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ബോധത്തിൻ്റെ ഒരു പോർഷൻ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെ ധ്യാനത്തിലൂടെ നമ്മൾ അന്തർമുഖമാക്കിയാൽ ഈ പുറത്തേക്ക് പോകുന്ന ബോധവും അതകത്തേക്ക് വന്നിട്ട് അകത്തുള്ള ബോധമായിട്ട് കൂടിച്ചേർന്ന് അവിടെ ഒരു യോഗം സംഭവിക്കും. അതാണ് ശിവശക്തി സംയോഗം, മോക്ഷം, ആനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നത്. വേറൊന്നുമില്ല. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്ത് നടക്കാത്തതായിട്ടൊന്നുമില്ല. ആയിരക്കണക്കിന് ധ്യാന രീതികൾ ലോകത്തുണ്ട്. ഒരാളുടെ ചിലപ്പോൾ വേറൊരാൾക്ക് പറ്റിക്കോണമെന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ കോമൺ സെൻസിൻ്റെ രൂപത്തിൽ അതുണ്ട്. ആ കോമൺ സെൻസിനെ വളർത്തിയെടുത്താൽ മാത്രം മതി, വിശ്വാസങ്ങളുടെ പുറകെ പോകാതെ. ആ കോമൺ സെൻസിൻ്റെ എക്സ്പ്ലോഷനാണ് എൻലൈറ്റൻമെൻറ്റ്, കോൺഷ്യസ്നെസ്. അതുണ്ടാവുന്നത് സൈലൻസിലാണ്, ആന്തരികമായ മൗനത്തിലാണ്. നിർമ്മലം എന്ന് പറയുന്ന അവസ്ഥയിൽ ചിന്തകളില്ലാതെ ഈ ബോധം പുറത്തേക്ക്, ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന ബോധം തിരിച്ചു വരാൻ അകത്ത് ബോധവുമായിട്ട് സംയോജിക്കാനുള്ള തടസ്സം എന്താണ്? വേറെ ഒന്നുമില്ല. അവിടെ ഒരു വലിയൊരു ബ്ലോക്കുണ്ട്, ഒരു ഡോർ അടഞ്ഞിരിക്കുകയാണ്. എന്താണ്? ദാറ്റ് ഈസ് മൈൻഡ്. നമ്മുടെ ചിന്തകൾ, മനസ്സ് 24 hours വർക്കിംഗ്. എപ്പോൾ ആ ചിന്തകൾക്ക് നിശ്ചലാവസ്ഥ ഉണ്ടാകുന്നു, അപ്പോൾ അത് ശക്തമായി ബോധം നമ്മുടെ ആന്തരിക ബോധവുമായി യോജിക്കുകയും ആനന്ദമുണ്ടാകുകയും ചെയ്യുന്നു. നിങ്ങൾ ആനന്ദിച്ചപ്പോൾ എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ നിങ്ങൾ ആനന്ദിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് നിശ്ചലവും ഈ ബോധം അകത്തേക്ക് പോവുകയും ചെയ്തിരുന്നില്ലേ എന്ന് സ്വയം ചോദിച്ചു നോക്കുക. ജീവിതത്തിൽ സന്തോഷമുണ്ടായ നിമിഷങ്ങളിലൊക്കെ നിങ്ങൾ പ്രസന്റിലായിരുന്നു. നമ്മൾ എപ്പോൾ പ്രസന്റിൽ വരുന്നോ അപ്പം ഹാപ്പിനെസ് ഉണ്ടാവും. കാരണം ചിന്തകൾ പാസ്റ്റോ ഫ്യൂച്ചറോ ആണ്, ഭാവി കാലമോ ഭൂതകാലമോ ആണ് ചിന്തകൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പ്രസന്റിൽ ഒന്ന് ചിന്തിച്ച് ഇതാണ് ചിന്ത. ശ്രദ്ധ മാറിയാലേ ചിന്ത വരും. ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ ചിന്തകൾ എടുത്തു നിൽക്കും വരാനായിട്ട് ശക്തമായിട്ട്. അപ്പോൾ പാസ്റ്റോ ഫ്യൂച്ചർ ചിന്തകൾ നിങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചിന്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു സുഹൃത്ത് 10 കൊല്ലം അയാൾ സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. അയാൾ എന്തിലാണ് ജീവിക്കുന്നത്? ഫ്യൂച്ചറിലാണ്. റൈറ്റോ? ഒരു സുപ്രഭാതത്തിൽ ആ വീടിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ പാലുകാച്ച ദിവസം അയാൾ ദൈവത്തിൻ്റെ കൂട്ട് കാണപ്പെടും. എത്ര കഴിപ്പിച്ചാലും മതിയാകത്തില്ല. വാ ഇനിയും കഴിക്കും, രണ്ടാമതും കഴിക്കും, മൂന്നാമതും കഴിക്കും. ഇത് മുമ്പ് ഒരു 5 രൂപ വിശന്നപ്പോൾ കടം ചോദിച്ചപ്പോൾ തന്നിട്ടില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ കഴിപ്പിക്കുന്നു ഇതേ മനുഷ്യൻ. എന്താണ് കാരണം? ഇന്നലെ വരെ വീട് എന്താണ്? ഫ്യൂച്ചറായിരുന്നു അല്ലേ? ശരിയല്ലേ?
ഫാസ്റ്റാണോ വീട്? അല്ല, വീടിൻ്റെ മുന്നിൽ പാലുകാച്ച പുസ്തകം. ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോ അയാൾക്ക്? ചിന്തകൾ അസ്തമിച്ചത് അപ്പോഴാണ് ഒരു വിടവ് കിട്ടിയത്, ബോധത്തിനകത്തേക്ക് പോകാൻ. ആ നിമിഷം ബോധം അകത്തേക്ക് പോയി, അവിടെ യോഗ സംഭവിച്ച്, അവിടെ ആനന്ദം ഉണ്ടായി. അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടിലെ ബെൻസ് കാണുമ്പോൾ എനിക്കൊരു ഓട്ടോ എങ്കിലും എടുക്കണം എന്നുള്ള ചിന്ത വരുന്നതോടുകൂടി ഈ വീട് കക്ഷി മറന്നു കഴിഞ്ഞു. വീട് എന്തായി? അടുത്ത ബെൻസ് എടുക്കാനുള്ള ഒരു 10 വർഷം പോയി. നമ്മുടെ ആനന്ദം പോയി. ഇതാണ് മനുഷ്യൻ. ഒരിക്കലൊരു എന്താണോ ശരി, ഇത് അങ്ങനെയാണ്, അങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം ഒരു സ്ഥലത്തൊരു കുറേ ശാസ്ത്രജ്ഞന്മാർ ഒരു 4 കുരങ്ങന്മാരെ ഒരു കൂട്ടിലിട്ടു. ഒരു ഏണി വെച്ചു, മുകളിൽ ഒരു കൊല പഴവും കെട്ടിത്തൂക്കി. ഈ കുരങ്ങന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം. ഇതെടുക്കാനായിട്ട് കുരങ്ങന്മാർ ഒരുത്തും ചാടി മേപ്പോട്ട് കയറിയപ്പോഴത്തേക്കും, ഒരു കുരങ്ങൻ ചാടിയപ്പോഴത്തേക്കും ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ ബാക്കിയുള്ള കുരങ്ങന്മാരുടെ ദേഹത്തൊക്കെ തണുത്ത വെള്ളം സ്പ്രേ ചെയ്തു, അതിശക്തിയായിട്ട്. പിന്നീട് ഓരോ തവണ കുരങ്ങന്മാർ ആരെങ്കിലും കയറാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ദേഹത്തൊക്കെ ഈ തണുത്ത വെള്ളം സ്പ്രേ ചെയ്യും. അപ്പോൾ ഈ കുരങ്ങന്മാരെന്ത് ചെയ്യും? കയറുന്ന കുരങ്ങനെ വലിച്ച് നിലത്തിട്ട് അടിക്കും. കാരണം അവൻ കയറുന്നതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവരുടെ ദേഹത്തൊക്കെ വെള്ളം വീഴുന്നത്. ഇവരെന്ത് ചെയ്തു? ആ കയറി ഈ കുരങ്ങളിൽ നിന്ന് ഒരു കുരങ്ങനെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ഇതൊന്നും അറിയാത്ത ഒരു ഫ്രഷ് കുരങ്ങനെയാണ് കൂട്ടിനകത്തേക്ക് ഇട്ടത്. അവൻ വന്ന് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ അനങ്ങാതിരിക്കുന്നു. ഒരു മലപ്പഴം, എനിക്ക് വട്ടാതാണ്, ഇവർക്കെല്ലാം വട്ടാണ്. എന്തായാലും ശരി, കുരങ്ങൻ വെച്ചിട്ട് ആൾ എടുക്കാനായിട്ട് തുടങ്ങി. ബാക്കിയുള്ള കുരങ്ങന്മാരെല്ലാം ഇവനെ പിടിച്ച് നിലത്തിട്ട് അടിച്ചു. വെള്ളം ചീറ്റിച്ചിട്ടില്ല. ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതിനുശേഷം പിന്നീട് അപ്പം അവനൊരു കാര്യം മനസ്സിലായി, പഴം എടുത്താൽ അടി കിട്ടും. അവനവിടെ അനങ്ങാതിരുന്നു. അത് കഴിഞ്ഞ് പഴയ ഒരു കുരങ്ങനെ മാറ്റിയിട്ടൊരു പുതിയ കുരങ്ങനെ ഇട്ടു. ആ കുരങ്ങൻ നോക്കിയപ്പോൾ എല്ലാവരും അനങ്ങാതിരിക്കുന്നു, പഴം ഇരിക്കുന്നു. എടുക്കാൻ ചാടി അവനെ അടിക്കാൻ ഏറ്റവും മുന്നിൽ നിന്നത് കാരണം അറിയാതെ അടി വാങ്ങിച്ച് മുമ്പത്തെ കുരങ്ങന. എനിക്ക് ചെയ്യത്തില്ല, ഞാൻ ആർക്കെങ്കിലും കൊടുക്കണ്ടേ, ഇതൊന്നും നമ്മുടെയൊക്കെ ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാ കുരങ്ങന്മാരും ഇപ്പം ആ കൂട്ടിൽ ഫ്രഷാണ്. പക്ഷെ ആരും ആ പഴം എടുക്കുന്നില്ല. കാര്യം എന്താണ്? ഈ കുരങ്ങന്മാരോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാമെന്നിരിക്കട്ടെ, എന്താണ് സുഹൃത്തെ ആ പഴം എടുത്താൽ വരുന്നത്? മറ്റുള്ള കുരങ്ങന്മാർക്ക് ഒരു കാരണമെങ്കിലും ഉണ്ടാകും. എന്താണ്? ദേഹത്ത് വെള്ളം വീണു. അപ്പം ഇതെന്താണ്? അതൊന്നും നീ ചോദിക്കേണ്ട, ഇവിടെ ഇങ്ങനെ അതൊന്നും ചോദിക്കേണ്ട, ഇവിടെ ഇങ്ങനെ. അതെന്താ അത് അങ്ങനെ? ഒന്ന്, രണ്ടാമത്, മൂന്നാമത് ചോദിച്ച ഉറപ്പ് ബാക്കിയുള്ള കുരങ്ങന്മാരെല്ലാം കൂടെ അതിനെ വെടിവെച്ചു പോയി. അതാണ് ഇന്നത്തെ റിലീജിയൻ. റൈറ്റോളൂ. ഇന്നത്തെ മതങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇവിടെ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എംപവർ ചെയ്യിച്ചെടുത്തെടുത്തെടുത്തെടുത്ത് ശക്തമായി അതിനെ പ്രവർത്തിപ്പിച്ചിട്ട് ഉയർത്തിക്കൊണ്ട് അത് മാത്രമല്ല മാർഗം. അതാണ് ഗുരു എന്ന് പറയുന്ന ആശയം. ഗുരു എല്ലായിടത്തും ഉണ്ട്. ഒരു വ്യക്തിയെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെപ്പോൾ ഒഴിഞ്ഞവനാകുന്നോ അപ്പോൾ അറിവെല്ലാം ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. ഓരോന്നും ഗുരുവാവും. ജാവാലയുടെ പുത്രൻ സത്യകാമൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ബ്രഹ്മജ്ഞാനം വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ഞാൻ ഏതാ ജാതി എന്ന് ചോദിച്ചു. പറഞ്ഞു, നീ ബ്രാഹ്മണനാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് വേലയ്ക്ക് നിന്നിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും അറിയത്തില്ല. നീ ആ ഗൗതമുനിയെ പോയി കണ്ടിട്ട് സത്യകാമനാണെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടും എന്തായിരുന്നു പറഞ്ഞത്. അദ്ദേഹം അവിടെ ചെന്ന് ഗൗതമുനിയെ കണ്ടു സംസാരിച്ചു. ബ്രഹ്മജ്ഞാനം, നീ ഏതാ ജാതി? അറിയത്തില്ല, സത്യകാമനാണെന്ന് പറഞ്ഞാൽ മതി എന്ന് അമ്മ പറഞ്ഞു. ഈ ചോദ്യം ചോദിക്കണം, നീ ബ്രാഹ്മണനാണ്. ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ അപ്പം ആരാണ് അതിൻ്റെ അർത്ഥം? പുനഃസ്ഥിതി എന്താ പറഞ്ഞത്? ആരാണോ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ച ആ ചോദ്യം ചോദിക്കുന്നത് അവൻ ബ്രാഹ്മണൻ. ജാതിയല്ല. ചമതമുണ്ട്, നിന്നെ ഉപനിക്കട്ടെ. ഉപനിച്ചു. എന്നിട്ട് ബ്രഹ്മസൂത്രമൊക്കെ അങ്ങോട്ട് പഠിപ്പിക്കുമല്ലായിരുന്നു ചെയ്ത് 400 പശുക്കളെ കൊടുത്ത് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ പശുക്കൾ 1000 ആകുമ്പോൾ തിരിച്ചു വരണം. അതൊന്നും വേണ്ട, വേറെ വിദ്യാഭ്യാസമൊന്നുമില്ല. സത്യകാമൻ ഈ പശുക്കളെ കൊണ്ട് കാട്ടിൽ പോയി കുറേ വർഷം ഈ പശുക്കളുടെ കൂടെ നടന്നു.
മനുഷ്യരുടെ കണ്ടീഷനിങ് ചെയ്യപ്പെട്ട, മുമ്പേ പറഞ്ഞ തുണി കൊടുത്ത് നടക്കുന്ന മനുഷ്യന്റെ മാനസിക രോഗങ്ങളിൽ നിന്ന് അവൻ ഫ്രീ ആയിട്ട് മൃഗങ്ങളെ പോലെ സ്വാഭാവികതയുമായി, സെൻ ബുദ്ധിസം പറയുന്ന നൈസർഗികതയുമായി, പ്രപഞ്ചവുമായി ലയിച്ചു ചേർന്ന് അവൻ അവിടെ ജീവിച്ചു. ഈ ആഗ്രഹവും ഉള്ളിലുണ്ട്, ബോധം. അതാണ് മൃഗവും അവനുമായിട്ടുള്ള വ്യത്യാസം. അവൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട്, എനിക്ക് എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ മൃഗങ്ങൾക്ക് എന്നാൽ പിന്നെ ബ്രഹ്മജ്ഞാനം അല്ല. അങ്ങനെ അത് രണ്ടും കൂടെ അവിടെ പ്രവർത്തിച്ചു. പശുക്കൾ 1000 ആയപ്പോൾ പശു സംസാരിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. പശു അവന് ബ്രഹ്മജ്ഞാനം പറഞ്ഞു കൊടുത്തു, മരങ്ങൾ അവന് ബ്രഹ്മജ്ഞാനം പറഞ്ഞു കൊടുത്തു, പക്ഷികൾ അവന് ബ്രഹ്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. പ്രപഞ്ചം മുഴുവൻ അവനെ പഠിപ്പിച്ചു. തിരിച്ചു വന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ബ്രഹ്മജ്ഞാനം നൽകി സത്യകാമ മുനി. ഉപനിഷത്തിലെ കഥകൾ. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, അഗൈൻ ബി എ ചൈൽഡ് ലൈക്ക്, വീണ്ടും ഒരു കുട്ടിയെ പോലെയാണ്. മത്തായി സുവിശേഷം 1 മുതൽ 6 വരെ ചോദിച്ചു അവനോട് ശിഷ്യന്മാർ, സ്വർഗരാജ്യത്തിൽ കിടക്കുന്നവരാ എന്ന് അവനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവൻ ഒരു കൊച്ചു കുട്ടിയെ വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ആർ ഈ കുട്ടിയെ പോലെ വീണ്ടും തന്നെത്താൻ താഴ്ത്തി ഈ കുട്ടിയെ പോലെ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഇവിടെ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെടും. എന്താണ്? ഇവിടെ നമ്മുടെ ഈഗോയെ സ്വയം ഇല്ലാതാക്കുന്ന ആള് സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെടും. ഇത് പല രീതി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. തന്ത്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നതും അതാണ്, നൈസർഗികമാണ്.